തിരുവനന്തപുരം പാളയത്തെ കണ്ണിമേറ മാർക്കറ്റിലെ വ്യാപാരികൾക്ക് ആശ്വാസമായി കോടതി വിധി. വ്യാപാരികളെ താൽക്കാലിക കെട്ടിടത്തിലേക്ക് പുനരധിവസിക്കുന്നതിന് മുമ്പ് പരിസരത്തെ മാലിന്യം നീക്കം ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പാളയം മാർക്കറ്റിന്റെ പുനർനിർമ്മാണത്തിനായി താൽക്കാലിക കെട്ടിട സമുച്ചയത്തിലേക്ക് വ്യാപാരികൾ ഉടൻ മാറണമെന്ന് കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും പരിസരത്തെ മാലിന്യം നീക്കാതെയും താൽക്കാലിക കെട്ടിട സമുച്ചയത്തിലേക്ക് മാറില്ലെന്ന് വ്യാപാരികളും വ്യക്തമാക്കി. ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോയതിനു പിന്നാലെയാണ് വ്യാപാരികൾ കോടതിയെ സമീപിച്ചത്. മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പൊതുജന സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാർക്കറ്റ് മാറ്റിയാൽ മതിയെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. മാർക്കറ്റിനുള്ളിലെയും 9 വാർഡുകളിലെയും മത്സ്യമാംസങ്ങൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടം തള്ളുന്ന ടാങ്കിനു സമീപത്താണ് താൽക്കാലിക കെട്ടിട സമുച്ചയമെന്നാണ് വ്യാപാരികളുടെ പരാതി. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും സ്മാർട്ട് സിറ്റി പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ജെ റജാസ് പറഞ്ഞു. സ്മാർട്ട് സിറ്റി പദ്ധതിക്കോ വികസനത്തിനോ എതിരായിട്ടുള്ളവരല്ല. അന്നു മുതലേ ഞങ്ങൾ ഈ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ ആവശ്യങ്ങളിൽ ഇപ്പോൾ ഒരു കോടതി വിധി വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നാണ് കോർപ്പറേഷനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കോർപ്പറേഷൻ അവിടെ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് വേസ്റ്റ് സെയിം കോമ്പൗണ്ടിലാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെയിം ഇവിടെ നിന്ന് കാണുന്നവർക്കറിയാം, ഇത് ടിഡയുടെ സ്പേസിലാണ് ആ ബിൽഡിംഗ് തന്നെ ഇരിക്കുന്നത്. അതിനടുത്ത് ചേർന്നാണ് വേസ്റ്റ് കിടക്കുന്നത്. ഇതുമായിട്ട് ഒരു 200 മുതൽ 200 വരെ മീറ്റർ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ഓൾറെഡി കടകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 301 കടക്കാരെയാണ് നിലവിലെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. 3 ബ്ലോക്കുകളായി 3 നില കെട്ടിടങ്ങളാണ് താൽക്കാലിക കെട്ടിട സമുച്ചയത്തിലുള്ളത്. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.